ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ജെ കെ. എൻ്റെ പൊന്നു മക്കളെ, നമുക്ക് അടുത്ത മാസം നമ്മളെ സെക്കൻഡ് ടൈം എക്സാം തുടങ്ങുകയാണ് അല്ലേ. ആ സെക്കൻഡ് ടൈം എക്സാമിൽ നമുക്ക് വരുന്ന ചാപ്റ്ററുകൾ, പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരിക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യം വരും? 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരിക. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വരുന്ന മാഗ്നറ്റിക്സ് ആണ്. അതിന് നമുക്ക് ഏകദേശം ഒരു 6 മാർക്കിൻ്റെ ചോദ്യം വരുള്ളൂ. പിന്നെ നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള, അതായത് പ്രകാശ പ്രതിപതനം, ഗോളീയ ദർപ്പണങ്ങൾ, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഏകദേശം ഒരു 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളെ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഈ ഒരു 9 ചോദ്യം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ 8 മാർക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ആ 8 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ പഠിക്കണോ? അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മതി, ആ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഫോഴ്സ് എന്ന ചാപ്റ്റർ ഇനിയും പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ 9 ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഈ 9 ചോദ്യം നിർബന്ധമായിട്ട് കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലെ എല്ലാ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കും. നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺടാക്ട് ഫോഴ്സ്. നമുക്ക് ഈ ഒരു ഫോഴ്സ് ഫലം എന്നുള്ള ചാപ്റ്ററിനകത്ത് കോൺടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലമൊക്കെ അറിയാം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കോൺടാക്ട് ഫോഴ്സ് ഏതാന്നുള്ളത് കണ്ടെത്താനാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ കിട്ടും. കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കാന്തമാണിയെ ആകർഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് നോൺ കോൺടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ഫലം എന്നാണ് പറയാം അല്ലേ, അറിയാലോ അല്ലേ, അത് സമ്പർക്കരഹിത ഫലമാണ്. ഇനി ഘർഷണ ഫലം, ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 വസ്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടി ഉരസണം. അതുകൊണ്ട് മക്കളെ ഓർത്തു വയ്ക്കുക, അത് ഏതാണ്? അത് ഇതാണ് നമ്മളെ ആൻസർ. ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് ഏത്? നമ്മളെ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നോക്കും മക്കളെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ, ഭൂമി ഒരു വസ്തുവിനെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേന താഴത്തേക്ക് വന്നു, അത് നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പേന തലയിൽ ഒരു പേപ്പർ കഷ്ണം വെച്ചാൽ അത് ആകർഷിക്കുന്നു, അതേതാണ്? നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിൽ കോൺടാക്ട് ഫോഴ്സ് ഏത് മാത്രമേ ഉള്ളൂ? അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചോദ്യം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം മക്കളെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം സെറ്റാണ്. ഇനി 8 ചോദ്യം കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിന്. അടുത്തൊരു ചോദ്യം നോക്കില്ല. ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നിലവിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളാണ്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 9 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ. ഈ 9 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പ്. ഇനി രണ്ടാമത്തൊരു ചോദ്യം നോക്കൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്? ലൂബ്രിക്കൻ്റ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അല്ലേ, അതായത് ഘർഷണം കുറയ്ക്കാൻ നമ്മൾ സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് സോളിഡ് ലൂബ്രിക്കൻ്റ്. 1 മാർക്കുള്ള ചോദ്യമാണത്. അതായത് ഖരരൂപത്തിലുള്ള സ്നേഹകം എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഗ്രാഫൈറ്റ് ആണ്. എന്താ പറയുക? ഗ്രാഫൈറ്റ്. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നമ്മൾ പറയേണ്ടതാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് ആണ്. സ്നേഹക രൂപത്തിൽ, അതായത് എന്താണ്, ഖരരൂപത്തിലുള്ള സ്നേഹകം എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. സ്നേഹകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ. അപ്പോൾ കപ്പിയിലൊക്കെ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ ചേർക്കൂലേ, എണ്ണ ചേർക്കൂലേ, ഷട്ടറിലൊക്കെ ഗ്രീസ് കൊടുക്കൂലേ, അതൊക്കെ സ്നേഹകങ്ങൾ ലൂബ്രിക്കൻ്റ് ആണെന്ന് ഓർത്തിക്കുക. അങ്ങനത്തെ സോൾട്ട് ടൈപ്പുള്ള ലൂബ്രിക്കൻ്റ് ആണ് ഏത്? നമ്മളെ ഗ്രാഫൈറ്റ്. മൂന്നാമത്തൊരു ചോദ്യം നോക്കി. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, പരീക്ഷയ്ക്ക് ചോദിച്ച, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊക്കെ ഒറ്റത്തവണ കേട്ടാൽ നിങ്ങൾ പഠിക്കും. എന്താണ്? സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ സാധിക്കുന്നു, കാരണം എന്താണെന്നാണ് അല്ലേ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രിങ്ക് ജ്യൂസ് യൂസിങ് സ്ട്രോ. നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രോ ഉപയോഗിച്ച് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുന്നത്. അതിന് കാരണം എന്താണ്? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് അന്തരീക്ഷ മർദ്ദം എന്നൊക്കെ ഓർത്തേക്ക്. എന്തായിരിക്കണം? അന്തരീക്ഷ മർദ്ദം. സിമ്പിളല്ലേ മക്കളെ? നോക്കൂ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഒറ്റ തവണ കണ്ടാൽ മതി, ഇതെന്തായാലും ഈ മാർക്ക് ഫുള്ളാണ്. ഇനി അടുത്ത് നോക്ക്, ദ്രാവകങ്ങളും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. ദ്രാവകങ്ങളും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതാൻ. അതാണ് ലിക്വിഡ്സ് ആൾസോ എക്സേർട്ട് പ്രഷർ എന്നാണ്. അങ്ങനെ റൈറ്റ് ഡൗൺ എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ലിക്വിഡ് പ്രഷർ. നമുക്കറിയാം, ആഴം കൂടുന്തോറും അല്ലേ, ഈ ഇപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്തു, അല്ലെങ്കിൽ കടലിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ കുളത്തിൻ്റെ അടിയിലേക്ക് പോകണം. അപ്പോൾ ആഴം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? അവിടുത്തെ എന്ത് കൂടുന്നു? ലിക്വിഡ് പ്രഷർ കൂടുന്നു. അപ്പോൾ എച്ച് ആണ്, ഹൈറ്റ്, ഉയരം. മറ്റൊന്ന്, നമ്മളെടുക്കുന്ന വെള്ളം വേറൊന്നില്ല, ഒരു പാത്രത്തിൽ നമ്മൾ മണ്ണെണ്ണ എടുത്തു, മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവല്ലേ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഡെൻസിറ്റി, സാന്ദ്രത എന്ന് ഓർത്തേക്ക്. എന്തായിരിക്കണം? സാന്ദ്രത. അപ്പോൾ ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ.
ഉയരവും അതേപോലെ തന്നെ ഡെൻസിറ്റി, സാന്ദ്രത ഓർത്തു വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ, എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം തന്നെയാണിതും. എന്താണ്? ചുവടെ നൽകിയിരിക്കുന്ന സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം തരംതിരിക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. ക്ലാസിഫൈ ദ ഫോളോയിങ് കോൺടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോൺടാക്ട് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ പരീക്ഷയ്ക്ക് വന്ന 9 ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 9 ചോദ്യം നിങ്ങൾ സെറ്റാണോ? നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്, മക്കളെ നോക്കിക്കോളും. അപ്പോൾ സജാതീയ കാന്തിക ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതായത് ലൈക്ക് ബോൾ റിപ്പൽ ചെയ്യുന്നു. ലൈക്ക് ബോൾ റിപ്പൽ ചെയ്യാൻ ഏതാണ്? സമ്പർക്കരഹിത ബലമാണ്. ഇതേതാണ്? സമ്പർക്കരഹിത ബലം, അതായത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി അടുത്ത ഏതാണ്? ട്രോളി തള്ളുന്നു, അത് സമ്പർക്ക ബലമാണ് അല്ലേ, കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇതേതാണ്? കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ. ട്രോളിയൊക്കെ തള്ളുക പറഞ്ഞാൽ വാതിൽ തള്ളുന്നു, ഇതൊക്കെ ടച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് സമ്പർക്ക ബലം, ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഞാനിവിടെ CF എന്ന് എഴുതിയ കോണ്ടാക്ട് ഫോഴ്സ് ഓർത്തേക്കാം. മാവിൽ നിന്ന് ഞെട്ടറ്റ മാങ്ങ താഴ്ത്തേക്കുന്നു, അതേതാണ്? സമ്പർക്കരഹിത ബലമാണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. ഘർഷണം ഗുണകരമല്ലാത്തതും ഗുണകരമായതുമായ ചില സന്ദർഭങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു, അതെന്ത് ചെയ്യുക? പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ എന്താണ്? ഫ്രിക്ഷൻ്റെ ബെനിഫിഷ്യലും അതുപോലെ തന്നെ നോൺ ബെനിഫിഷ്യലും അത് ടാബുലേറ്റ് ചെയ്യാനാണ്. റൈറ്റിംഗ് എ നോട്ട്ബുക്ക് വിത്ത് എ പെൻ, ഒരു പേൻ ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുന്നു. ഇപ്പം ഞാൻ ഈ പേൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഇതിലിങ്ങനെ എഴുതുന്നു. ഇത് ഏതാണ്? ഇത് ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ടുള്ള ഗുണമാണ്, ഇത് ബെനിഫിഷ്യറി. ആദ്യത്തെ പോയിന്റ് ഏതാണ്? ബെനിഫിഷ്യറി, അതായത് ഗുണകരമാണെന്ന് ഓർത്തേക്കുക, ഗുണം ഓർത്തേക്കുക. രണ്ടാമത്തെ എന്താണ്? വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ് അല്ലേ, വാഹനങ്ങളൊക്കെ തേയ്മാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നോൺ ബെനിഫിഷ്യറാണ്, ഗുണകരമല്ലാത്തതാണെന്ന് ഓർത്തേക്കാം, അല്ലാത്തത്. ഇനി ഹോൾഡിംഗ് ആൻ ഒബ്ജക്റ്റ്, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, അത് ഏതായിരിക്കും? അത് ഗുണകരമാണ് അല്ലേ, ബെനിഫിഷ്യറി ആണ്. ഇനി ഫ്യൂവൽ ലോസ്, ഇന്ധനനഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം, നഷ്ടമാണ്, അത് ഏതാണ്? അത് നോൺ ബെനിഫിഷ്യലാണ്. അപ്പോൾ നോക്കുക മക്കളെ, ഇതുവരെ 2022, 21, 23 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ടൈം എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ പാറ്റേൺ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്ന ഉറപ്പാണ്. ഇനി അടുത്ത് നോക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് 2 ബീക്കറിലെ വ്യാപ്തം തുല്യവ്യാപ്തമാണ്, ജലം എടുത്തിരിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് ബീക്കർ നിറച്ചിരിക്കുന്ന ജലത്തിൻ്റെ അടിഭാഗത്താണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെടുക? വിച്ച് ബീക്കർ എക്സ്പീരിയൻസ് മാക്സിമം പ്രഷർ അറ്റ് ബോട്ടം? ഇവിടെ നോക്കുക, 2 ബീക്കർ, എ എന്നുള്ള ബീക്കറും ബി എന്ന ബീക്കറിൽ എടുത്തുള്ള വെള്ളത്തിൻ്റെ അളവ് സെയിം ആണ്, വോളിയം വ്യാപ്തം സെയിം ആണ്. പക്ഷേ ഏത് ഭാഗത്താണ് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക? താഴെ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വോളിയം സെയിം ആണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡെൻസിറ്റിയും സെയിം ആണ്. വെള്ളം തന്നെ എടുത്ത് ഡെൻസിറ്റി സെയിം ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹൈറ്റാണ്. ഷെയ്പ്പിനെ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ പ്രഷർ എന്താണ്, നമ്മളെ മർദ്ദം ആശ്രയിക്കുന്നില്ല, പകരം ഹൈറ്റാണ്. ഈ ഹൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുക. അപ്പോൾ ഏതിലായിരിക്കും? എ എന്നുള്ളതിലാണ് എന്താണ് കൂടുതൽ ദ്രാവക മർദ്ദം അല്ലെങ്കിൽ പ്രഷർ മാക്സിമം എക്സേർട്ട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? എയിലാണ്. കാരണം എന്താണ്? അതിൻ്റെ ഷെയ്പ്പല്ല, ഹൈറ്റാണ്, വെള്ളത്തിൻ്റെ ഹൈറ്റാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ജസ്റ്റ് വേറെ ആൻസർ എന്നാണ്. അപ്പോൾ ഓർത്തേക്ക് എന്താണ്? ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഷെയ്പ്പിന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈറ്റ്, ഉയരത്തെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ മക്കൾ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനുമായി ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അപ്പോൾ നോക്കും മക്കളെ, 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിലെന്താ തന്നിട്ടുള്ളത്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ്. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ കാരണം ഫൈൻഡ് ഔട്ട് ദ റീസൺ എഴുതാൻ പറഞ്ഞ എന്താണ്? വസ്തുക്കളെ നിരക്കി നീക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉരുട്ടി നീക്കുന്നത്. ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ് ഒബ്ജക്റ്റ് ബൈ റോളിംഗ് ദാൻ സ്ലൈഡിങ്. അപ്പോൾ എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുക. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് വാഹനങ്ങൾക്കൊക്കെ ടയർ പോലെ റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളൽ ഘർഷണം എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും, ഓർത്ത് വയ്ക്കാം. ഇനി ബഹിരാകാശ യാത്രികൾക്ക് പ്രത്യേകം വസ്ത്രങ്ങൾ ധരിക്കുന്നു അല്ലേ. എന്താണ്? ആസ്ട്രോനോട്ട് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് യൂണിറ്റ് അല്ലേ, സ്യൂട്ടാണ് അല്ലേ. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും, പക്ഷെ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ എപ്പോഴും കൂടുതൽ കുറവിലേക്കാണ്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ബ്ലഡ് വെസലൊക്കെ പ്രഷർ കൂടിയിട്ട് പൊട്ടിയിട്ട് എന്ത് ചെയ്യും? ബ്ലഡൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് വരാതിരിക്കുക ഒരു പ്രത്യേക തരം സ്യൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡി പ്രഷറും പുറത്തത്തെ പ്രഷർ എപ്പോഴും എന്തെയും ഈക്വൽ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേക സ്യൂട്ടൊക്കെ ഉപയോഗിക്കുന്നത്, ഓർത്ത് വയ്ക്കുക. ഇനി അതോടൊപ്പം തന്നെ എന്താണ്? തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തിരിക്കുന്നു. എന്താണ്? സ്വിങ് നീഡിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഷാർപ്പ് ടിപ്സ്. നമുക്കറിയാം ഇത് ഷാർപ്പായിട്ടുള്ള ഏരിയ കുറഞ്ഞാൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടുന്നു. അപ്പോൾ ആണിയുടെ ഈ കൂർത്തിരിക്കുന്ന അഗ്രം സർഫസ് ഏരിയ വളരെ കുറവാണ്, അപ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ടാണ് കാലിലൊക്കെ തുളഞ്ഞു വരുന്നത്. അപ്പോൾ തുന്നൽ സൂചിക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഏരിയ വളരെ കുറവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ പ്രഷർ വളരെ കൂടുതൽ
കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഫോഴ്സ് എന്ന ചാപ്റ്ററിൽ മക്കൾ ഈ 9 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതിന് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വരുന്ന പരീക്ഷയ്ക്ക് വരുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർത്തിരിക്കും. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ റീസൺ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? എ ഷാർപ്പ് നെയിൽ പെനിട്രേറ്റ് മോർ ഈസിലി ടു ദാൻ ബ്ലണ്ട് നെയിൽ. മുനയുള്ള ആണി മുനയില്ലാത്ത ആണിയേക്കാൾ എളുപ്പത്തിൽ തുളച്ചു കയറുന്നു. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏരിയ കുറഞ്ഞാൽ, സർഫസ് ഏരിയ കുറഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഓർത്തേക്കുക, അതാണ്. ഇനി ബോട്ടിൻ്റെ വിമാനത്തിൻ്റെ മുൻഭാഗം പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് എൻഡ് ഓഫ് എ ബോട്ട് ആൻഡ് ആൻ എയറോപ്ലെയിൻ സ്പെഷ്യലി ഡിസൈൻഡ്. ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ്. നമുക്കറിയാം വിമാനത്തിൻ്റെ അഗ്രക്ക് ഇങ്ങനെ കൂർത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എയർ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനാക്കുക, ഷേപ്പിൽ മാറ്റം വരുത്തിയിട്ട് പ്രഷർ എയർ പ്രഷർ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ അതിന് ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. ഇനി പർവ്വതരാഹുള്ള പ്രത്യേകം വസ്ത്രങ്ങൾ ധരിക്കും. മൗണ്ടനേഴ്സ് വിയർ സ്പെഷ്യലി ഡിസൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ്, മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രഷർ കൂടുന്നു. അപ്പോൾ ചെവിയുടെ ഉള്ളിലും അതുപോലെ മൂക്കിനുള്ളിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരാൻ കാരണം എന്താണ്? ഈ ഒരു പ്രഷറിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ആ ഒരു പ്രഷർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുന്നത്? സ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോവുക, അല്ലേ? അപ്പോൾ മക്കളെ, നമുക്ക് ഈ ഒരു ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഈ ഒരു 9 ചോദ്യം കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പഴയ ചാപ്റ്റർ ഒന്നും കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിനകത്ത് ഓർമ്മയിലുണ്ടാവില്ല. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 9 ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ എന്നുള്ള മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. വരാനിരിക്കുന്ന പരീക്ഷ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നിങ്ങളിത് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, അവർക്കും മാർക്ക് കിട്ടട്ടെ. ഇനി ഇതിൽ ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കേടാ, അപ്പോൾ നമുക്ക് ഏതായാലും വരുന്ന പരീക്ഷയിൽ നല്ല ഉഷാറായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.